ക്ലച്ച് അയച്ച് മൊത്തമായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് ഈ കണ്ണാട വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സുഖമല്ല. അപ്പോൾ ഊരിയപ്പോൾ ഇപ്പോൾ ഒരു രസമുണ്ട് തോന്നണം. പക്ഷെ കണ്ണിങ്ങനെ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് അതാണ് കുഴപ്പം. അപ്പം ഇത് കാഴ്ചക്കുറവിനുള്ളതല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എൻ്റെ കണ്ണിന് ചെറുപ്പത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് എഴുത്തുകളില്ല നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെയുള്ള എഴുത്തുകൾ, അതൊന്നും ഇങ്ങനെ നോക്കണം എന്നല്ലേ കാണുള്ളൂ. അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് കാരണം എന്താ വെച്ചാൽ വണ്ടി മേടിച്ചിട്ട് ഒറ്റ വട്ടം മാത്രമേ ഞാൻ സർവീസ് സെൻറ്ററിൽ കയറ്റി ഞാൻ ക്ലച്ച് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ മുകളിൽ തൊട്ടിട്ടില്ല. പിന്നെ തൊട്ടത് എപ്പോഴാണ് അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി. അത് ക്ലച്ച് ഞാൻ ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ സാധനമൊക്കെ മേടിച്ച് നിൽക്കുന്ന ടൈമിൽ ബെൽറ്റ് പൊട്ടിപ്പോയി. നേരെ വർക്ക്ഷോപ്പിൽ കയറ്റി ബെൽറ്റ് മാറി. അന്ന് ഞാനവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ പോയിക്കായിരുന്നു, ഓട്ടം പോയിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിലുള്ള ഫ്രണ്ട്സുകളൊക്കെ ആണ് കൊണ്ടുപോയിട്ട് നേരെയാക്കിയിട്ട് കൊണ്ടുവച്ചത്. അങ്ങനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് കുറച്ച് മുന്നേ ഹോണ്, എൻ്റെ വണ്ടിയുടെ ഹോണ് മാറ്റാൻ വേണ്ടി ഞാൻ നമ്മുടെ ഫ്രണ്ട് കവറില്ലേ വണ്ടിയുടെ, നമ്മുടെ ഫ്രണ്ട് കവർ അതയച്ചിട്ട് ഹോണ് മാറ്റാൻ വേണ്ടി നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കല്ലേ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് നേരെ ക്ലച്ച് കവർ അയച്ചപ്പോൾ ഭയങ്കര എന്താ കുറേ നാൾ ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഒരു കുറച്ച് പൊടിയും ഓയിലും ഗ്രീസൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് മൊത്തമായിട്ട് അയച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഇത് പണിയെന്ന് അറിഞ്ഞിട്ട് ചെയ്തല്ല, വെറും രണ്ട് വീഡിയോ കണ്ടിട്ട് ഞാൻ തുടങ്ങിയ പണിയാണ്. പക്ഷേ സംഭവം സെറ്റാക്കി വെച്ച്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലേ നമുക്ക് വേണ്ടത് ക്ലച്ച് അയക്കാൻ വേണ്ടിയിട്ട്, ഈ ക്ലച്ചിൻ്റെ കവർ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 8-ൻ്റെ ടീ സ്പാനർ വേണേ. കണ്ടോ, അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും, പിന്നെ താഴെ ഇവിടെയൊക്കെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ അത് അയച്ചു കഴിഞ്ഞാൽ സാധനം പോരും. നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യുകയും ചെയ്യാം പെട്രോൾ വെച്ചിട്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ഹെയർ ഫിൽറ്ററാണ്. ഈ ഹെയർ ഫിൽറ്ററിൻ്റെ ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ മുകളിൽ 2 സ്ക്രൂ കാണാം നിങ്ങൾക്ക്. കണ്ട അത് അയക്കാൻ പറ്റുള്ളൂ. മൊത്തം നമ്മൾ അയച്ച സ്ക്രൂ കണ്ട എന്താണ് 2, 4, 6, 8 സ്ക്രൂ ബോൾട്ട്സ് നമ്മൾ ക്ലച്ച് അയക്കാൻ വേണ്ടിയിട്ട് കട്ടുക. എന്നിട്ട് പതുക്കെ പോകുന്നുണ്ടല്ലേ സാധനം. കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് കരുതാൻ ഓരോട്ടും ഊരി ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ സംഭവമായി കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രീസ് കൊടുക്കാം. കണ്ടാ നോക്കിയേ, ബെൽറ്റ് ചെറിയ ലൂസ് ഉണ്ട്, അതാണ്. ഇത് ടൈറ്റ് ചെയ്യണമെങ്കിലും ഇടങ്ങാറ് കിടന്നത്. ഈ ഇത്രക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ലല്ലോ. സെൽഫ് ഉണ്ട്, സെൽഫ് വഴി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഈ ക്ലച്ച് ഇടണം. ക്ലച്ച് കവർ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് വെച്ച് നോക്കാം കേട്ടോ. നിങ്ങളിതിൻ്റെ സൗണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നല്ല രീതിയിലൊരു മാറ്റമില്ലേ, ഒരു കിരി വരുന്ന സൗണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ റോളിന് ഈ ഒരച്ചിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴുള്ള സംഭവിക്കണം ഇതൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ട് നയിച്ചു നോക്കാം കേട്ടോ. ഈ വണ്ടിയുടെ ക്ലച്ച് സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി നാളായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് അഴിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയില്ലേ മറ്റേ ഈ ബെൽറ്റ് മാറാം, ഈ ബെൽറ്റ് പൊട്ടിപ്പോയായിരുന്നു. ഈ ബെൽറ്റ് പൊട്ടിപ്പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ബെൽറ്റ് മാറാൻ വേണ്ടി ക്ലച്ച് അയച്ചായിരുന്നു, അല്ലാണ്ട് ക്ലച്ച് അയച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. വേണ്ട, ഇതാണ് ലൂസ്. വേണ്ട, ഇത്ര ഒന്നും ആവാൻ പാടില്ല. കുറച്ചാവാൻ പാടുള്ളൂ.
അത്രക്കും ലൂസായി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഒരാളെ സ്പാനർ അപ്പം എൻ്റെ ഉള്ളത്. ഒന്ന് 17, 16, പിന്നുള്ളത് 22, 20. 22, 20 പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കേട്ടോ. എന്താ ഇതിൽ വരുന്നത് എന്താ ഇതിൽ വരുന്ന. പിന്നെ 16 16 ആണോ 17 ആണോ കേട്ടോ ഇവിടെ. എന്തല്ല 16 അല്ല 17 നമുക്കിവിടെ വരുന്നത്. പിന്നെ അതിന് ഒരാളെ ഇതാണ് നമ്മുടെ ക്ലച്ച് ലോക്കറാണത്. ഈ ക്ലച്ച് ലോക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് അയക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്ലച്ച് ലോക്കറൊക്കെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നതായി ഇവിടെ ഉണ്ട്. നമ്മൾ സ്പാനർ ഇടുമ്പോൾ സാധനം തിരിഞ്ഞ് കളിക്കും. സ്പാനർ ഇടുമ്പോൾ തിരിഞ്ഞ് കളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ എവിടെയും ലോക്ക് ചെയ്ത് വെക്കും. ലോക്ക് ചെയ്ത് വെച്ചിട്ട് പിടിച്ച് കഴിഞ്ഞാൽ സാധനം ഒരു പോരും. അതേപോലെ തന്നെ ഇവിടെയും ഹോളുണ്ട്. കണ്ടോ എന്തോ ഒരു ഒരച്ചിൽ പോലെ കേൾക്കുന്നുണ്ട് ഇവിടെ. കാണിച്ച് കേൾപ്പിച്ചിടാം. കണ്ടോ ഇത്. അപ്പോൾ നമ്മളിതാ ലിവർ ഇതാ ഇങ്ങനെ വെച്ച് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ. ലിവർ ഇവിടെ വെച്ച് അപ്പോൾ നേരെ ഇവിടെ പോയിരുന്നിട്ട് നമ്മൾ എത്ര 20ൻ്റെ റിങ് ഇട്ട് നമ്മളിതാ പിടിച്ച് ലെഫ്റ്റിലോട്ട് പിടിച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എടുക്കുക. ബോൾട്ടൊക്കെ പൊട്ടിക്കിട്ടെ. നമ്മുടെ ബെൽറ്റ് നല്ല രീതിയിൽ ലൂസ് ചെയ്യണ്ട. നോക്കിയേ ഈ സാധനം രണ്ടില്ലേ. ഒന്ന് കിക്കർ ചാവി നമ്മൾ ചവിട്ടുമ്പോൾ സ്റ്റാർട്ടാവാൻ അതിനോട് ഉപയോഗിക്കണം ഇതാട്ടോ. ഈ സാധനം ഒരുക്കി കഴിഞ്ഞാൽ ബെൽറ്റ് കൊണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ചൂടുണ്ട് ചെറുതായിട്ട്. വേണ്ട നോക്കിയേ നിങ്ങൾ ഈ റൗണ്ടിൽ ചെറിയ സാധനം കണ്ടില്ലേ, അതാണ് ക്ലച്ച് റോള്. ഈ സാധനത്തിന് നല്ല രീതിയിൽ എല്ലാത്തിനും ചെറിയ രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനിയിപ്പോൾ ഇതിനോട്ട് കുറച്ച് ഓടാൻ നിൽക്കേണ്ടി വരും. സത്യം പറയുക കഴിഞ്ഞാൽ ഓരോ പാർട്സിൻ്റെ പേര് എനിക്ക് സത്യം അറിയത്തില്ല. അതുകൊണ്ട് എനിക്കറിയുന്ന രീതിയിൽ ഓരോ പേര് ഞാൻ എടുത്തിടുക കേട്ടോ. ഇത് ഈ കവറിങ് കണ്ടില്ലേ, ഇത് നമ്മുടെ ക്ലച്ച് റോൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പാക്കിങ് രീതിയിൽ വരുന്നൊരു പ്ലേറ്റാണത്. ഈ ചെറിയൊരു ഇത് കണ്ടില്ലേ, ഒരു റബ്ബർ പോലെ സാധനം, അത് നമ്മുടെ ഗ്യാപ്പ് കണ്ട കവറിങ്ങിൻ്റെ ഗ്യാപ്പിനകത്ത് അതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ പ്ലേറ്റിനകത്ത് ഇടുക. അപ്പോൾ ഏതായാലും നമുക്കിത് മൊത്തം അയച്ചിട്ടൊന്ന് നമുക്ക് പെട്രോൾ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അതുപോലെ അറിഞ്ഞിട്ടല്ല ഈ പണി ചെയ്യണത് കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യണ പരിപാടിയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുക, പിന്നെ പണി വരുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. നമ്മളെ അപ്പോൾ അങ്ങനെ ഇതാ ഇവിടുത്തെ അയച്ചിട്ടുണ്ട്. അത് അയച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് നീളമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബോൾട്ട് ഇട്ടിട്ട് അല്ല ഈ ഏരിയ വെച്ച് ഇവിടെ കൊടുത്ത് നേരെ ഇവിടെ സപ്പോർട്ടായി. കണ്ടില്ലേ, അവിടെ സപ്പോർട്ടായി. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പാനർ ഇവിടെ വെച്ച് ചവിട്ടിയപ്പോൾ സാധനം ലൂസായി ഉണ്ടാ. നമുക്ക് ഇനി ജസ്റ്റ് ഇതുണ്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാ പോന്ന് നോക്കിയേ. അതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ ബെൽറ്റ് അങ്ങാണ്ട് പോരും ഉണ്ടാ. ഇതാണ് നമ്മുടെ ക്ലച്ച്. ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ. അപ്പോൾ നമ്മുടെ ക്ലച്ച് നമ്മുടെ കൈ പോന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയേ ഏരിയസ് ഉണ്ടോ, മൊത്തം കച്ചറ പൊടിയൊക്കെ, ഒരു തുള്ളി ഗ്രീസോ കാര്യമോ ഒന്നുമില്ല ഉണ്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഒരു ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് പെട്രോൾ വണ്ടി നിർക്കണം ഉണ്ടോ. ഒന്ന് കഴുകട്ടെ നമുക്ക് ഉണ്ടോ.
അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇതാ പൈപ്പ് ഇതാ. ഈ പൈപ്പ് ടാങ്കിലിട്ട് നമ്മൾ പെട്രോൾ പുറത്തോട്ട് വലിക്കുക. അപ്പോൾ നമ്മളിതാ റോസ്മേരിയുടെ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്, കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പെട്രോൾ നിറച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് കഴുകാം, അങ്ങനെ തേച്ച് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കൊണ്ട് പൈപ്പും കാര്യങ്ങളും നമ്മുടെ ടാങ്കിനകത്ത് പൈപ്പ് ഇടണേ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ അറിയുന്നവരോട് പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ട്യൂബ് ഇങ്ങനെ ഇട്ട് ഇതപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ മുകളിലേക്ക് വലിക്കുമ്പോൾ പെട്രോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ വലിച്ചപ്പോൾ എൻ്റെ വായയിലും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നല്ല പോച്ചലാണ്. ഞാൻ ഇതിന് മുന്നേ വലിച്ചിട്ടില്ല, പെട്രോളിങ്ങനെ ട്യൂബ് വഴി വലിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ടുള്ളൊരു പരിചയക്കുറവുണ്ടായിരുന്നു. വായയിലൊക്കെ ആകായി. അപ്പോൾ ഇതാ ഞാൻ വായ കഴുകി വന്ന് കണ്ടോ, നോക്കിയേ. ഞാൻ ഇപ്പോൾ പെട്രോൾ നിറച്ചതാണ്. ഇത് എത്ര പെട്രോൾ നിറച്ചിട്ടുണ്ട്. ആ ചോയ നാക്കിന്ന് പോണില്ല, വിചാരിച്ച് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം, എന്താ ബെൽറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ പെട്രോൾ മതിയാവും നമുക്ക് കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാണ്ട്, ഈ ക്ലച്ച് കവറില്ലേ, ഈ ക്ലച്ച് കവർ എടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ അടി കൊണ്ടുവെക്കാം. അപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ഇതിലേക്ക് അടിക്കുന്ന പെട്രോൾ വേസ്റ്റായി പോണില്ല, നേരെ ഇതിലേക്ക് തന്നെ വരും. ഇതിലേക്ക് അടിക്കുന്ന പെട്രോൾ നേരെ ഇതിലേക്ക് വരും. ഇതും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അടിക്കുമ്പോൾ തന്നെ ഗ്രീസൊക്കെ കളിക്ക് പോരുന്നുണ്ട് കേട്ടോ. എന്താ നമുക്ക് അറിയാൻ പറ്റും, ഇളകി വരും, നോക്കിയേ. ഉണ്ടാ നമുക്ക് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. നോക്കിയേ. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുണ്ടാ ഇപ്പോൾ ഒരു ഏകദേശം രീതിയിൽ നമ്മുടെ ക്ലച്ചൊന്ന് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ മൊത്തമായിട്ട് തീർത്തിട്ടുണ്ട്. മൊത്തമായിട്ട് തീർന്ന് കുറച്ച് ഇതിലും വന്നിട്ടുണ്ട്. ഒന്നും ചെയ്തില്ല, ആദ്യമൊക്കെ ഒന്ന് ബ്രഷായിട്ട് അടിച്ചു വിട്ട്, പിന്നെ ഈ ഒറ്റ സാധനം ഉണ്ടായതുകൊണ്ട് ചളി മൊത്തം ഇറങ്ങി വന്നിട്ടോ. ഗ്രീസ് എങ്ങനെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, ഇവിടുത്തെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി പെട്രോൾ എടുക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പിയിലെടുക്കണത്, കുപ്പിയിൽ ഒരു ഇത്ര എടുക്കാം. ഉണ്ട് ഈ പോർഷൻ വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിന് കഴിയും തോറും ഉപയോഗിക്കാമല്ലോ. ഇനി ബാലൻസ് ഒന്ന് അയക്കാൻ എടുത്ത് വയ്ക്കുകയും ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇറങ്ങാൻ ചേട്ടാ. ഇതാ ട്യൂബിട്ടെ. നമ്മുടെ മിന്നു വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പെട്രോൾ വേണണ്ട. അപ്പോൾ നമുക്ക് ഇത്ര മതി. അപ്പോൾ പൊക്കി അങ്ങനെ ഇതാണ്ട അമർത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്ര ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഈ പെട്രോൾ ഈ കുപ്പിനകത്ത് കുറച്ച് ശേഷം നമുക്ക് പകർത്തിയിട്ട് പെട്രോൾ നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഗ്രീസ് ഇളകി വരാൻ കാണിച്ചു തരാം കേട്ടോ.
ജസ്റ്റ് ഞാനൊന്നും ചെയ്യണില്ല. അത് ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തത് ഈ സ്പ്രേ അടിച്ചിട്ട് മാത്രമാണ്. ആദ്യം ഒന്ന് ബ്രഷ് ആയിട്ട് ചെയ്തപ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ ഇങ്ങോട്ട് ഗ്രീസ് ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മാത്രം നമുക്ക് ഉള്ളു, ബാക്കിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാ. ഇറങ്ങി വരുന്നു കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയേ, ഞാൻ ഒന്നും ചെയ്യണില്ല. അതാണ്ട നോക്കിയേ, ജസ്റ്റ് സ്പ്രേ അടിച്ച് കൊടുക്കുക മാത്രം ഉള്ളതുണ്ട്. അതാ ആ ഗ്രീസൊക്കെ കണ്ട് ഇളകി അവിടെ ക്ലീൻ ആവണം. നോക്കിക്കേ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായാൽ മതിട്ടാ ക്ലീൻ ചെയ്യാൻ. പിന്നെ കുറച്ച് പെട്രോളും. ഏതായാലും നമ്മുടെ പെട്രോൾ വേസ്റ്റ് ആവണില്ല, നേരെ ഇതിലേക്ക് വരും. ഉണ്ടോ നമുക്ക് ഇതില്ലേ, ഇതാണ് നമ്മുടെ കിക്കറിൻ്റെ മെക്കാനിസം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു സംഭവമാണിത്. ഇതൊരുവട്ടം ഞാൻ അയച്ച് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസൊക്കെ തേച്ച് വെച്ചാണ്. ഗ്രീസിന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് അത് ഫുള്ള് അയച്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാം. മൂന്നാമത്തെ ബോട്ടിൽ കഴിഞ്ഞിട്ടില്ല. നമ്മളിതാ ക്ലച്ചിൻ്റെ ഈ ഏരിയ, പിന്നെ ക്ലച്ച് കവറ് കണ്ടോ, ഇത് എത്ര ml ബോട്ടിൽ അറിയോ? വെറും അവിടെ കാണാൻ പറ്റും നമുക്ക് 100 ml. മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും 100 ml ബോട്ടിലാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഈ 100 ml ബോട്ടിലും വെച്ചിട്ട് നമ്മൾ കണ്ട ഇത്രക്കും ക്ലീൻ ചെയ്ത് കണ്ടോ, ഇത്ര വൃത്തിയായിട്ട് നോക്കിക്കേ. കണ്ടോ, ഇനി നമുക്കിതാ ഇത്രയ്ക്കും പെട്രോളുണ്ട്, അതും വെച്ചിട്ട് നമുക്കിതാ ഇതും ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇത് നമുക്കൊന്ന് സ്പ്രേ അടിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കോ. പിന്നെ നമ്മുടെ ക്ലച്ച് റോള്, ക്ലച്ച് റോള് തേഞ്ഞൊരു തീരുമാനമായിട്ടുണ്ട്. നമുക്കിത് മേടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ വണ്ടിയൊന്നുമില്ല. ഉള്ള വണ്ടിയിൽ എണ്ണയില്ല. അപ്പോൾ ഏതായാലും തൽക്കാലം കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇതിനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. തേഞ്ഞതിൻ്റെ ഈ പാടാണ് ഈ കാണുന്നത് മേളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അടുത്തത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ കവറിങ് അപ്പോൾ കുറച്ചുള്ളൂ. പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ. നിങ്ങൾ സ്പീഡിൽ ഈ വർക്ക്ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ധൃതികാരനായിരിക്കും, ഒരു സ്പീഡ് കാരനായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ റോള് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും തെറ്റരുത് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വിചാരിച്ചത്. അപ്പോൾ ഒരു റോള് കടത്തം കാണിച്ചു തരാം. ഇത് കണ്ട, ഈ റോള് ശരിക്കും ഇത് കണ്ട, ഈ റോളില്ലേ, റോള് ശരിക്കും ഇങ്ങനെ വരേണ്ടത്. ഇങ്ങനെ പോകണം, ഇങ്ങനെ വരണം എല്ലാ റോളും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ M4 എന്ന് കണ്ടില്ലേ, ആ ഡയറക്ഷനിൽ എല്ലാം പോകണം. അപ്പോൾ ഒരു മാർക്കിംഗ് ആണത്, ഒരു മാർക്കിംഗ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പം ആ ഡയറക്ഷനിൽ പോകണം. ഇത് മാത്രം അവിടെ തിരിഞ്ഞ്, ഇത് മാത്രം കണ്ടോ, ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം റൂട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരേ കറക്റ്റായിട്ട് തന്നെ വെച്ചേക്കണേ നോക്കാൻ വേണ്ട ഓരോന്നെടുത്ത് ഞാൻ പൊക്കിയത്. ചിലപ്പോൾ ജോലിയുടെ ധൃതി കാരണം കൊണ്ടായിരിക്കും. കാരണം ഇത് ബെൽറ്റ് മാറാൻ വർക്ക്ഷോപ്പിലാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ക്ലച്ചിൻ്റെ റോളൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് മിക്കതും. ഇത് കണ്ട ഇതും തേഞ്ഞ് മൊത്തം തേഞ്ഞിക്കണം കേട്ടോ. തേയാൻ ബാക്കിയൊന്നുമില്ല. അതും തേഞ്ഞ് ഇതുണ്ട് നോക്കിയേ, തേഞ്ഞ് മൊത്തം 2, 4, 6 റോളാണ്. 6 റോള് തേഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഓടുന്നതിന് കിരികിരി പറഞ്ഞ സൗണ്ട് കേൾക്കും. ഒരു ഒരച്ചിലുള്ള സൗണ്ടില്ലേ, അത് കേൾക്കും. നമുക്കിത് പുതിയ ഒരെണ്ണം മേടിക്കാം നമുക്ക്. ഏതായാലും ഊരിയതല്ലേ. അപ്പോൾ ഇതൊന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോയി മേടിക്കാം. ഗൈസ്, നമ്മളെല്ലാ സാധനവും ക്ലീൻ ചെയ്തിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല,
പിള്ളേരുണ്ട്. പിള്ളേർ ചിലപ്പോൾ പൈത മക്കളല്ലേ, അവർക്ക് അറിയില്ല എന്താണ് ഏതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ബെൽറ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൊടിഞ്ഞു പോയത്. കാരണം ഈ വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് ഒറ്റ തവണ മാത്രമേ ബെൽറ്റ് മാറിയുള്ളൂ. ഇതാണ് 40,000 കിലോമീറ്റർ ഓടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടാണ് മാറിയത്. അത് മാറിയിട്ട് ഇപ്പോൾ 7-8 മാസമായിട്ടാണ്. ക്ലീൻ ചെയ്യാൻ വന്ന പെട്രോള് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള കേട്ടോ. ഇത്രക്കും നമുക്ക് ബാലൻസ് ഉണ്ട്, അത്ര നമ്മൾ ക്ലീൻ ചെയ്ത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഒരു 4 വട്ടം നിറച്ചിട്ടുണ്ട്. 4 വട്ടം നിറച്ചതിൽ ഇത്രയ്ക്കും ബാലൻസ് ബാക്കി വന്നിട്ടുണ്ട്. 100 ml ബോട്ടിലാണ് ഉണ്ടല്ലേ, 100 ml. ഗൈസ് നമ്മളിതാ ക്ലച്ച് റോള് പോയി മേടിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് പ്രൈസ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ 190 റുപ്യ. ഇതിൽ MRP എത്ര 200-205 കൊടുത്തിട്ടുണ്ട്. ഷോറൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 250, 280 പ്രൈസ് വരുമായിരിക്കും, എനിക്കറിയില്ല. ഷോറൂം എപ്പോഴെങ്കിലും പ്രൈസ് കൂടുതലാണ്. പിന്നെ കുറച്ച് ഗ്രീസും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയതിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞ് പോയ റോളാണിത്. പുതിയത് കാണിച്ചു തരാം. ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ. പിന്നെ എൻ്റെ കൈ കണ്ട ഇപ്പോൾ മാറിയതിൻ്റെ കോലാണിത്. അപ്പോൾ പുതിയതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് പുതിയതിൻ്റെ ഒരു ഇത്. ഉണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. ഇത്രക്കും റബ്ബർ ഫിനിഷ് ഉണ്ടാവും. റബ്ബറാണോ എന്ത് മെറ്റീരിയൽ എനിക്ക് മനസ്സിലാവണില്ല, ഫൈബറാണോ എന്ത് മെറ്റീരിയൽ മനസ്സിലാവണില്ല. മറ്റേത് സൈനിക്കണുണ്ടോ, രണ്ടിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റില്ലേ, ഇതാണ് ഇങ്ങനെ വരും. ഞാൻ അപ്പുറം കാണിച്ചു തരാം. അപ്പോൾ ഇടയിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഊരി ഫുള്ളായിട്ട് കണ്ട ഗ്രീസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് കേട്ടത്. അത്യാവശ്യം ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ക്ലച്ചിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കങ്ങ് ക്ലച്ച് റോളൊന്ന് ഇടാം. നമ്മൾ കുറച്ച് ഇടണുള്ളൂ കേട്ടോ. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണതാണ്, വല്ലാണ്ട് വാരി തേക്കരുത്. വാരി തേച്ച് കഴിഞ്ഞാൽ ഗ്രീസൊക്കെ കൂട്ട് ഒക്കെ തെറിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിൽ പോവും. ഇതണ്ട ഇങ്ങനെ ഇടണ്ട കേട്ടോ. ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മൾ റോള് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കവറിങ് ഇതാണ് അതിൻ്റെ കവറിങ്. ഈ കവറിങ് അതിൻ്റെ മുകളിൽ ഇടുന്നതിന് മുന്നേ ഇത് അതിൻ്റെ ഒരു ഫൈബർ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഈ സാധനം ആ ഗ്യാപ്പിനകത്ത് കുടുക്കിയിട്ട് ജസ്റ്റ് ആ കവറിങ് എടുത്തിട്ട് നേരെ ഇടുകയാണ്. കണ്ടോ, അങ്ങനെ തിരിച്ചിട്ട് ജസ്റ്റ് ഇട്ട് കണ്ടോ, വല്ലാണ്ട് ടൈറ്റൊന്നുമില്ല സാധനത്തിന്, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ആ സാധനം ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇത് കണ്ട, ഒരു ഇരുമ്പിൻ്റെ പോലെ പൊങ്ങിയിരിക്കണത് വെച്ച് ജസ്റ്റ് കൈ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കണ്ട. ഇത്ര ഉള്ള പരിപാടി, സിമ്പിളാണ്. ഇരിക്കുമ്പോൾ ഹോള് കണ്ടില്ലേ, ആ ഹോളിനകത്ത് ശകലം ഗ്രീസും കൂടി തേച്ച് കൊടുക്കട്ടോ. ഉണ്ടാ കാണിച്ചു തരാം. ഉണ്ടാ ഇത്ര മതി, വല്ലാണ്ടിട്ട് തേക്കൊന്നും വേണ്ട. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം പറ്റും, ഒരു പൈപ്പ് പോലത്തെ സാധനം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, എടുത്ത് കാണിച്ചു തരാം. ഇതണ്ട ഈ സാധനം നമ്മൾ നേരെ അതിലേക്ക് ഇറക്കി വെക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വല്ലാണ്ട് ഗ്രീസൊന്നും വാരി തേക്കണില്ല. ഇനി നേരെ കൊണ്ട് വെക്കുക കേട്ടോ. അത് പുറത്തോട്ട് വന്നേ, അത് വേറെ നല്ല ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് പുറത്ത് വന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് ആയിരുന്നു സെറ്റ്. നേരെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്.
നമ്മൾ ശകലം ഗ്രീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്രീസ് അതിൻ്റെ മുകളിലായിരുന്ന ഗ്രീസൊക്കെ നമ്മൾ മൊത്തം എടുത്ത് പെട്രോൾ വഴി നമ്മൾ കണ്ട ആ ഗ്യാപ്പിനകത്തുള്ളതൊക്കെ നമ്മൾ വലിച്ചുകൊണ്ട് പുറത്തോട്ട് കളഞ്ഞായിരുന്നു. അപ്പോൾ കണ്ട ഇതേപോലെ ഉണ്ട് ഇറക്കി നേരെ തള്ളി കഴിഞ്ഞാൽ ഇരുന്ന സാധനം സെറ്റാണ് കണ്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റേ കവറിങ് ഇല്ലേ അതിടണം. നമ്മൾ ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യം ഇട്ട് കൊടുക്കണ വേറെ ഒന്നുമല്ല, ബെൽറ്റ് ഇടുന്ന ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് ബെൽറ്റ് ഇടാനും പറ്റും. അതിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് നേരെ ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കിക്കർ ചാവി എന്നൊക്കെ പറയാം. കറക്റ്റ് എൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് കിക്കർ ചാവി എന്നൊക്കെ ഞാൻ പറയണത്. അപ്പോൾ ആ ഗ്യാപ്പ് ഞാൻ തൊടുന്ന സംഭവമല്ലേ അതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് അതാ ഈ സാധനമാണ് കിക്കർ ചാവി. അതിൻ്റെ വാഷ് നേരെ ഇതിൻ്റെ മുകളിൽ വരെ വെച്ച് നേരെ കൊണ്ടുപോയിട്ടോ അല്ല ഇരുന്നവിടെ ഇരുന്ന് നമ്മളിതാ കൈ ഇളകി പോകുന്നത് വെച്ചവിടെ കൈക്കൂടെ പോകുന്നു. ക്യാമറ ഇതും കൂടി നടക്കണം കേട്ടോ. ഇപ്പോൾ ലോക്കായി കേട്ടോ അവിടെ കണ്ട ലോക്കായിരുന്ന് ഇനി അനങ്ങില്ല. നമുക്കിനി ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെൽറ്റ് ഇടുന്ന ടൈമിൽ നമുക്ക് സുഖം. ഇവിടെ ഇട്ടതിന് ശേഷം ബെൽറ്റ് ഇടുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നില്ലേ ഈ കിക്കർ പിന്നെ കറക്റ്റായിട്ട് വിടണമെങ്കിൽ നമ്മൾ 4-5 അടി ഉള്ളിലേക്ക് അടിക്കണം, എന്നാലേ കിക്കർ പിന്നെ പോയി ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ബെൽറ്റ് ഇടുകയാണെങ്കിൽ കറക്റ്റായിരിക്കും കണ്ടോ. ഇപ്പോൾ കിക്കർ പിന്നെ ലോക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഗ്യാപ്പ് മതി. ഇപ്പോൾ ഗ്യാപ്പ് കാണിച്ചിട്ട് ഇത് കണ്ടോ, ഈ ഗ്യാപ്പ് മതി നമുക്ക് ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. ബോൾട്ട് കണ്ടിട്ട് അപ്പോൾ നമ്മളിത് നമ്മൾ ഈ ക്ലച്ച് ഇടുന്ന ടൈമിൽ വല്ലാണ്ട് ഗ്രീസൊന്നും എവിടെയും ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ലെവലിൽ ഒന്ന് കൊടുത്താൽ മതി, സ്മൂത്താവാൻ വേണ്ടി മാത്രം. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിട്ട് ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പിടുത്തം കാരണം വെച്ച് കഴിഞ്ഞാൽ വിട്ട് കയ്യിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കയ്യുമ്മ പിടിച്ച് കുറച്ച് 2-3 അടി ഇത് വെച്ചിട്ട് 2-3 അടി അടിച്ച് അവസാനം എൻ്റെ കയ്യുമ്മൊക്കെ വന്നടിച്ചതുണ്ട്. കയ്യുമ്മ വന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് നിർത്തിയത് ഞാൻ. അപ്പോൾ നമുക്കിനി ഇതിടാം. അപ്പോൾ ഇനി ഇതിടണം. ഇതിൻ്റെ ഒപ്പമാണ് നമുക്ക് ആ ബെൽറ്റ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ബെൽറ്റ് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇത് കണ്ട ഈ ഗ്യാപ്പിനകത്താണ് ഈ ബെൽറ്റ് ഇങ്ങനെ കിടക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സാധനത്തിൻ്റെ പേരാണ് ക്ലച്ച്. കണ്ടല്ലേ, ഇതാണ് ക്ലച്ച്. അപ്പോൾ ക്ലച്ച് ബെൽറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലം കൊടുക്കണം. ബലം കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ഉള്ളിൽ പോവും. കണ്ടോ, അപ്പോൾ സാധനം ഉള്ളിൽ പോയി വലിച്ചു പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെ ബെൽറ്റ് ഇടുമ്പോൾ നമുക്ക് സുഖമാണ്. പെട്ടെന്ന് ഇടാനും പറ്റും, നല്ല ടൈറ്റും കിട്ടും. നമ്മൾ നേരത്തെ തന്നെ മറ്റേ സാധനം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ആ ഗ്യാപ്പിനകത്ത് ഇപ്പോൾ ഞാൻ പിടിച്ച് അമർത്തിക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇത് കണ്ടോ, അത്ര ഭാഗം നമുക്ക് കൈ കിട്ടി. നമ്മളെന്തെന്നാ ഈ വളമൊക്കെ ഇടില്ലേ, ആ രീതിയിൽ നമ്മൾ നേരെ വരട്ട് വെച്ച് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പ്രസ് ചെയ്യും. ഇത് ആദ്യം നമുക്ക് ചെറിയ ടൈറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗ്രീസ് മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2-3 തിരി അങ്ങോട്ട് തിരിക്കുമ്പോൾ ബെൽറ്റ് ഇപ്പോൾ നേരത്തെ തന്നെ ആയിട്ട് ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു. കണ്ട, ഇപ്പോൾ ബെൽറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ്. അതൊക്കെ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ്
നമ്മുടെ ബെൽറ്റ് അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്, കാണാൻ പറ്റണ്ട, ഇത്ര പോകണുള്ളൂ. നമ്മൾ ബെൽറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് ഉണ്ടാ. അപ്പോൾ നമ്മൾ ഊരുന്ന ടൈമിൽ നല്ല ലൂസായിരുന്നു. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തിരിക്കി വേണ്ട, തിരിയുന്നോറും വേണ്ട ടൈറ്റായി. ഇനിയിപ്പോൾ പോവല്ല. ഇവിടെ നിന്ന് ഗ്രീസ് പാടില്ല കേട്ടോ. വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് സംഭവിക്കും ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഗ്രീസ് ഉണ്ടെങ്കിൽ തെറുക്കി നിർത്തി കിടന്നിട്ട് ഗ്രീസൊക്കെ തിരിയല്ലേ കിടന്നിട്ട് എല്ലായിടത്തും കയറി സ്പ്രെഡായി പോകും. പിന്നെ ഇതിൽ തുള്ളി ഗ്രീസ് ഉണ്ടാവാൻ പാടില്ല. ഗ്രീസ് അത് ഇതിന് ശരിക്കും പേരെന്താ പറയുക എനിക്കറിയില്ല. ഇതിൽ ഗ്രീസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. നമുക്ക് നേരെ ഒന്നുണ്ട ഉണ്ട. അപ്പോൾ ഇരുന്നിട്ടുണ്ട്. ഈ ബോൾട്ട് ജസ്റ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പിടിച്ചോ ചെറുതായിട്ട്. ഇനി ഇതാ ഇവിടെ ഒരു ബോൾട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതുണ്ട നമ്മുടെ അപ്പോൾ നമ്മളിതാ ഇവിടെയും ബോൾട്ട് ഇട്ടുകൊണ്ട് ഇതുണ്ട ഇങ്ങനെ ഇരുന്ന് ഉണ്ടാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ ക്ലച്ച് കവർ ഇടണം. ക്ലച്ച് കവർ ഇടുന്നതിൻ്റെ പിന്നെ ആ ക്ലച്ചിൻ്റെ മുകളിൽ വരുന്നൊരു കുറച്ച് ഇതുണ്ടോ ഈ സാധനം ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഈ ക്ലച്ച് കവർ നമ്മൾ ഇതാണ്ട ഇങ്ങനെ ഇടണം. ക്ലച്ച് കവറിൻ്റെ ഇതാട്ടോ ഉള്ളിൽ വരുന്ന കവറിങ്ങാണ്. അത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടെ 4 സൈഡിലും സ്ക്രൂസ് ഉണ്ടാവും. ആ സ്ക്രൂ ഇതിപ്പോൾ ഇതായിരിക്കണം 1 2 3 4 ഈ 4 സ്ക്രൂ നമുക്ക് 4 സൈഡിലിട്ട് ടൈറ്റ് ചെയ്യാം. കവർ ഇടാൻ പോകട്ടോ. എന്താ ഇങ്ങനെ പിടിച്ച് ഇതണ്ട ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ കണ്ട ഇങ്ങനെ. അതിൻ്റെ മുന്നേ ഒരു സാധനം കൂടി മറന്നു പോയതാണ്. ഇതാ ഇവിടെ ഒരു ഹെയർ ഫിൽറ്റർ വരും. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഹെയർ ഫിൽറ്റർ പോലത്തെ സംവിധാനം ഉണ്ടത്. കാണാൻ പറ്റുവാണല്ലേ. അത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഊരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. വേണ്ട ഇതിൽ കൂടെ നമ്മൾ ഇട്ട് നമ്മൾ കിക്കർ കൈമ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇരുന്ന് കണ്ടല്ലേ സിമ്പിളായിട്ട് ഇരുന്ന് നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഈ ബോൾട്ടൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുക്കിയെടുക്കാം. എന്തിനാ വെച്ചാൽ സിമ്പിളായിട്ട് ഇറങ്ങിയിട്ട് ചെല്ലും. ടൈറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ടൈറ്റ് ചെയ്യണില്ല. ഒന്ന് ടൈറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് ഗ്രീസ് കൊടുത്തോണ്ടേ ഊരുമ്പോൾ ആ ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. ടൈറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മൊത്തം ടൈറ്റ് ചെയ്യട്ടെ. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചുതരാം. ഞാൻ ഇപ്പോൾ ഓരോട്ടം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ കേൾപ്പിച്ചുതരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് കൈ കൊടുത്ത് നോക്കാം. നല്ല രീതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ കൈ കൊടുക്കുമ്പോഴേ വണ്ടി തിരിയണ നോക്കട്ടോ. മറ്റേത് കൈ കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന്
അത് കൈ കൊടുക്കണുള്ളൂ, കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഇറങ്ങില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ക്ലച്ച് മൊത്തമായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്ത് പരിചയമില്ല. അടിപൊളിയായിട്ട് പണിയെടുത്ത് കഴിഞ്ഞ് ഒരു സന്തോഷമുണ്ട്. കറക്റ്റ് ഒരു സെറ്റായതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വീണ്ടും അഴിക്കേണ്ടി വരും എന്നാണ്. പക്ഷേ അഴിച്ചില്ല, അഴിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല രണ്ടാമത്. അതേപോലെ തന്നെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പറക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു മെക്കാനിക്കൽ ഭാഗമായിട്ടോ എവിടെയും പണിയെടുത്തിട്ടില്ല. ഞാൻ കൈ വെച്ചത് എൻ്റെ വണ്ടിയുടെ മുകളിലാണ്. അതൊരു പരീക്ഷണാവസ്ഥയായിട്ട് ഞാൻ ഒരിക്കലും കണ്ടതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 5-6 വട്ടം ഷോറൂമും വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് കുറേ കൊടുത്ത് കുറേ പൈസ ഞാൻ ഇറക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഷോറൂമിൽ കയറ്റിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്താൽ എന്താ, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ഞാൻ നോക്കിയത്. തുടക്കം വെച്ചത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കേബിളിൻ്റെ മുകളിലാണ് ഞാൻ തുടക്കം വെച്ചത്. അത് ഞാൻ റെഡിയാക്കി ഞാൻ പുറത്തുനിന്ന് ഒരു കേബിൾ മേടിച്ച് അത് ഇട്ടിട്ട് ഇന്നേ വരെ ആ കേബിൾ പൊട്ടിയിട്ടില്ല. 2 വട്ടം എൻ്റെ നിന്ന് പൊട്ടി, 2 വട്ടം ഷോറൂമിൽ നിന്ന് മാറിയിട്ട് പൊട്ടി. 3-ാം വട്ടം ഞാൻ മേടിച്ചിട്ട് ഇന്നും ആ കേബിൾ അതിൽ കിടക്കുക. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതേപോലെ MC കിറ്റിൻ്റെ കാര്യത്തിലും ക്ലച്ച് ഷോറൂമിൽ നിന്ന് അയച്ച് ക്ലീൻ ചെയ്താണ്. ഇതേറ്റും അയച്ചിട്ടില്ല, ഇപ്പോഴാണ് അയക്കണത്. അപ്പോൾ ക്ലച്ച് അയച്ചത് എവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മറ്റേ ഇതില്ലേ ക്ലച്ചിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഞാൻ ആ ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ ഞാൻ പറഞ്ഞില്ല 2 പിടുത്തുള്ള ക്ലച്ചിനെ ലോക്ക് ചെയ്ത് നിർത്തുന്ന സാധനം. അപ്പോൾ അത് പിന്നീട് കുറേ നാളത്തേൻ്റെ ശേഷം ഞാനിപ്പോൾ ലീവിന് വന്ന് നിൽക്കുന്ന ടൈമിൽ ഞാൻ നോക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. ഞാൻ ക്ലച്ച് അയക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതല്ല. ഞാൻ എൻ്റെ ഹോണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും, ആ ഹോൺ അയക്കാൻ തുടങ്ങിയത് ഞാൻ. പിന്നെ ക്ലച്ചിലേക്ക് പോയി അടിപൊളിയായിട്ട് നേരെയാക്കി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസമാണ്. 2 വീഡിയോ മാത്രം കണ്ടിട്ട് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.